ഹലോ, ബിസിനസ്സിലെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ആ ബിസിനസ്സിൽ നിന്ന് വരുമാനം കിട്ടുമോ ഇല്ലയെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയും, അതായത് നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് മാർക്കറ്റിംഗ്, രണ്ടാമത്തതാണ് സെയിൽസ്. ഇതിനെ മുഖവിലക്ക് എടുക്കാതെ നിങ്ങൾ മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളുടെ പോക്കറ്റിലേക്ക് കാശ് വരില്ല. ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അത് നിങ്ങളുടെ ഓഫീസ് മോടി പിടിപ്പിച്ചതുകൊണ്ടോ, നിങ്ങളുടെ പ്രൊഡക്റ്റിന് കൂടുതൽ ഭംഗി ഉണ്ടാക്കിയതുകൊണ്ടോ, നിങ്ങളുടെ ലോഗോക്ക് കളർ പച്ച മാറ്റി നീല അടിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഈ രണ്ട് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി, ഇതിനതുകൊണ്ടാണ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്ന് തന്നെ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തത് മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കുക, അല്ലെങ്കിൽ അവരെ കണ്ടെത്തുക. ഇതാണ് മാർക്കറ്റിംഗ്, സിമ്പിൾ ഡെഫിനിഷൻ. സെയിൽസ്, നിങ്ങൾ അവയർനെസ് കൊടുത്തു, കുറേ പേര് എൻക്വയറി ചോദിച്ച് വരുന്നുണ്ട്. അങ്ങനെ അവർ വെറുതെ എൻക്വയറി ചോദിച്ച് വന്ന് അങ്ങനെ പോയിട്ട് കാര്യമില്ല. അവർ പേയ്മെൻറ്റ് തന്ന് നമ്മുടെ പേയിങ് കസ്റ്റമറോ പേയിങ് ക്ലയൻറ്റോ ആയിട്ട് മാറണം. എന്നാലാണ് നമുക്ക് ഇൻകം വരുള്ളൂ. അപ്പോൾ അത് സെയിൽസ്. വന്നവരെ കൊണ്ട് എടുപ്പിക്കുക, വരുത്തുക എന്നുള്ളത് മാർക്കറ്റിംഗ്, വന്നവരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളത് സെയിൽസ്. ഇത് രണ്ടുമാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിലേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും ഒരു ഉത്തരവില്ല. കാരണം ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം നിങ്ങൾ ബിസിനസ് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂവെങ്കിൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടായാലും കാര്യമില്ല. 1 രൂപയ്ക്ക് ക്യാൻസർ മാറുന്ന മരുന്ന് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒന്നും നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്താണോ കയ്യിൽ വിൽക്കാനുള്ളത് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് വിറ്റ് പോകില്ല. അപ്പോൾ തുടക്ക സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ അധിക സമയവും നിങ്ങൾ നേരിടാൻ പോണ പ്രോബ്ലം വേണ്ടത്ര എണ്ണം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ലീഡ്സ് വരാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ, ചില സ്റ്റേജിൽ നിൽക്കുന്ന ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പരസ്യമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് എൻക്വയറികളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷേ സെയിൽ അങ്ങോട്ട് നടക്കണില്ല. ഈ സ്റ്റേജിലുള്ളവർക്ക് സെയിൽസിലാണ് പ്രശ്നം. അധിക സമയവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ സർവീസ് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് അറിയാം, പക്ഷെ വരുത്താൻ അറിയില്ല. അതാണ് പ്രശ്നം. ഒരു ഡോക്ടറായിരിക്കാം, ഈ ഡോക്ടറിന് പേഷ്യൻസ് വേണം. പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനറിയാം. ആ ചികിത്സിക്കുക എന്ന് പറഞ്ഞത് ഒരു ടെക്നിക്കൽ സ്കില്ലാണ്, അതൊരു ബിസിനസ് സ്കില്ലല്ല. ബിസിനസ് സ്കില്ലായിട്ടുള്ള മാർക്കറ്റിങ്ങും ബിസിനസ് സ്കില്ലായിട്ടുള്ള സെയിൽസും നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസൈൻ അറിയാം, കുട്ടികളുടെ ഉടുപ്പ് ഡിസൈൻ ചെയ്യാൻ അറിയാം, അത് ടെക്നിക്കൽ സ്കില്ലാണ്. അതിന് വേണ്ട കസ്റ്റമറെ എത്തിക്കുക എന്നുള്ളതാണ് ബിസിനസ് സ്കില്ല്. ആ വന്നവരെ കൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ അത് എടുപ്പിക്കുക എന്നുള്ളതാണ് ബിസിനസ് സ്കില്ല്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പലർക്കും ഉള്ളത് നിർഭാഗ്യവശാൽ ഈ ടെക്നിക്കൽ സ്കില്ലുകളാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ സ്കില്ലില്ല. പുതിയ കസ്റ്റമറെ കണ്ടെത്താനും അത് തുടർച്ചയായിട്ട് നടക്കുകയും വേണം. ഒരു തവണ വന്ന് പോയിട്ട് കാര്യമില്ല. കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്, തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. ആ വരുന്ന ആളുകൾ വെറുതെ വന്ന് വില ചോദിച്ച് പോയാൽ പറ്റുമോ? ഇല്ല. അവർ നമുക്ക് പേയ്മെൻറ്റ് തന്ന് നമ്മുടെ പേയിങ് കസ്റ്റമറാക്കി മാറണം. അതുകൊണ്ടാണ് ഈ രണ്ട് ആക്ടിവിറ്റീസിനെ നമ്മൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിനെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കാൻ നേരത്ത് പലരും അവരുടെ സമയവും മണിയും എഫേർട്ടും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഈ നോൺ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിലാണ്. ഇൻകം കൊണ്ടുവരുന്ന കാര്യത്തിലല്ല അവർ സ്പെൻഡ് ചെയ്യണത്, മറ്റു പല കാര്യങ്ങളിലായിരിക്കും. സർവീസ് ബേസ്ഡ് ആണെങ്കിൽ അവരുടെ ഓഫീസ് മോടി പിടിപ്പിക്കാനും കൂടുതൽ ഫർണിച്ചർ വാങ്ങാനും, ഇനി പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അതിനൊരുപാട് ലോഗോസ് മാറ്റുക, അല്ലെങ്കിൽ ഡിസൈൻ മാറ്റുക, പാക്കേജിങ് മാറ്റുക, അങ്ങനെ ഒരുപാട് കാര്യം. ഇതൊന്നും വേണ്ടാന്നല്ല പറയണത്. അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി മറന്നുകൊണ്ട് നിങ്ങളിത് ചെയ്യരുത്. ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം വേറൊന്നുമില്ല. 2-3 മാസം കഴിയുമ്പോൾ ആ പ്രശ്നം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സെയിൽ നടക്കണില്ല, ബിസിനസ് തുടങ്ങി, വരുമാനം വരുന്നില്ല. ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യാത്തതുകൊണ്ടാണ്.
ആ വന്നവരെ കൊണ്ട് എടുപ്പിക്കാൻ നിങ്ങൾക്കറിയില്ല. ഓൺലൈനിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പല രീതിയിലൂടെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ പ്രൊഡക്റ്റ്, എൻ്റെ ഈ സർവീസ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, അത് ഒന്നാമത്തത്. 2, അവരെ കൊണ്ട് എങ്ങനെ ഇതെടുപ്പിക്കുക. മാർക്കറ്റിംഗ് ആൻഡ് ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾ ചിന്ത കൊടുത്ത് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ നാച്ചുറലി തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ഇൻകം വരും. ഇങ്ങനെ ഇൻകം വരുമ്പോഴാണ് പുതുതായി ഒരു ബിസിനസ് തുടങ്ങുന്നവർക്ക് മോട്ടിവേഷൻ കിട്ടുക. കാരണം ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അതിൽ നിന്ന് എനിക്കിപ്പോൾ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ അത് നിർത്തേണ്ട കാര്യമുണ്ടല്ലോ. പല ബിസിനസ്സുകളും പൂട്ടിപ്പോണത് അവർക്ക് നല്ല പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാത്തത് കൊണ്ടല്ല. പരാജയപ്പെട്ട അധിക ബിസിനസ്സുകളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതൊക്കെ പരാജയപ്പെട്ടേക്കുന്നത് നല്ല പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാത്തത് കൊണ്ടല്ല. അവർക്കൊക്കെ നല്ല പ്രൊഡക്റ്റും സർവീസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കൊരു എന്താ പറയുക, ഒരു അത്ഭുതമായിട്ട് തോന്നണം. എന്നിട്ടും പരാജയപ്പെടാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ കിട്ടണില്ല, ക്യാഷ് ഫ്ലോ ഡെഡായിപ്പോയി, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളൂ. ചിലവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. ഒരുപാട് ആമസോൺ സെല്ലേഴ്സൊക്കെ വരുത്തുന്ന ഒരു അബദ്ധം ഇതാണ്. അവരെവിടെന്നെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കും, ആമസോണിൽ ലിസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ഓർഡർ വരും, നാളെ ഓർഡർ വരും, ചിലപ്പോൾ 2-3 ഓർഡറൊക്കെ ഡെയിലി കിട്ടിയേക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വളർച്ച വേണമല്ലോ. അതെങ്ങനെ ചെയ്യും? അതാണ് ആക്റ്റീവായിട്ട് മാർക്കറ്റിങ്ങും ആക്റ്റീവായിട്ട് സെയിൽസിലും നമ്മൾ ഇൻവോൾവ് ആവണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇൻകം സ്റ്റക്കാവും. ചിലവർക്ക് തീരെ ഇൻകം ഇല്ല, ഇനി വന്നാൽ തന്നെ അത് സ്റ്റാഗ്നേഷനിൽ ഇങ്ങനെ പോകും, നേർരേഖയിൽ ഇങ്ങനെ പോകും, അതിൽ നിന്നൊരു ഉയർച്ച ഉണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ട് തന്നെ പഠിക്കണം. ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സ്കില്ല് പഠിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കുന്ന ഒരാളായിരിക്കാം, അതിൻ്റെ ടെക്നിക്കൽ വർക്കുകളൊക്കെ നിങ്ങൾക്കറിയാം, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നു. അപ്പോൾ കസ്റ്റമറോ അത് ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ച് ക്ലയൻസിനെ നിങ്ങൾ ചാടിച്ചുകൊണ്ട് വരും. അങ്ങനെ കുറേ ആളുകളൊക്കെ ചെയ്യാറുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഇൻകം അവർക്ക് വന്നു തുടങ്ങും, പിന്നെ അവിടെ സ്റ്റക്കാവും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ടെക്നിക്കൽ സ്കില്ലും ബിസിനസ് സ്കില്ലും രണ്ടും രണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ ഡോക്ടറുടെ ഉദാഹരണം പറഞ്ഞത്. പേഷ്യൻ്റ് വന്നാൽ എങ്ങനെ ചികിത്സിക്കും എന്നുള്ളത് ഡോക്ടർക്ക് അറിയാം, വരുത്തുക എന്നുള്ളത് ബിസിനസ് സ്കില്ലാണ്. അവിടെ തന്നെ വീണ്ടും വീണ്ടും ആ പേഷ്യൻ്റ് വരിക എന്നുള്ളത് അതും ബിസിനസ് സ്കില്ല് തന്നെയാണ്. അപ്പോൾ ബിസിനസ് സ്കില്ല് ഉണ്ടായിട്ടാണ് നമുക്ക് കാര്യമുള്ളൂ. നമുക്ക് പ്രൊഡക്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിംഗ് കൂടുതലായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പഠിക്കുക. അതായത് ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമറെ കൊണ്ടുവരാം. എവിടെ പരസ്യം കൊടുക്കണം? സോഷ്യൽ മീഡിയയിൽ കൊടുക്കണോ? ഓൺലൈനിൽ വേറെ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും? പത്രത്തിൽ കൊടുക്കണോ? ബിൽ ബോർഡ്സ് വേണോ? വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ആണോ? അതല്ല ഒരാളെ ഹയർ ചെയ്തിട്ട് അവരെ പറഞ്ഞ് അയക്കുകയാണോ? എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓരോ ബിസിനസ്സുകൾക്കും ഓരോ സ്റ്റൈലുകളാണ്. ഓൺലൈനിൽ ചെയ്യുന്നവർക്ക് നിലവിൽ ഇപ്പോൾ ഏറ്റവും നല്ലത് സോഷ്യൽ മീഡിയയാണ്. ഇനി ചില ബിസിനസ്സുകൾ പുറത്ത് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ആ സ്റ്റേജ് കഴിയാൻ നേരത്ത് കുറേ പേര് വരുന്നുണ്ട്, കുറേ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് എൻക്വയറി ഒക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ വാങ്ങണില്ല, അവരങ്ങനെ തന്നെ മടങ്ങിപ്പോകുന്നു. അപ്പോൾ എന്താ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ അവിടെ പഠിക്കുക. ചില സമയത്ത് വേണ്ടത്ര രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. കസ്റ്റമറെ വീണ്ടും വീണ്ടും കോൺടാക്റ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 4 തവണയെങ്കിലും കോൺടാക്റ്റ് ചെയ്യാതെ ഒരു ലീഡും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല, വേസ്റ്റായി പോകാൻ പാടില്ല. ഒരുപാട് പേര് എൻക്വയറി ചോദിക്കുന്നു, ഒരു ഹലോ ചോദിക്കുന്നു, പ്രൈസ് ചോദിക്കുന്നു, അവർ ടാറ്റ തന്ന് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ അത് പറ്റില്ല. നമ്മൾ അവരെ വീണ്ടും ഇനീഷ്യേറ്റീവ് എടുത്ത് കോൺടാക്റ്റ് ചെയ്യണം. ഒരു 4 തവണയെങ്കിലും മിനിമം കോൺടാക്റ്റ് ചെയ്യണം. 7 to 8 7 കോൺടാക്റ്റ് 8 കോൺടാക്റ്റ്, ആ ഒരു റേഞ്ചിലാണ് സാധാരണ സെയിൽ നടക്കുന്നത് അധിക സമയം. 90% വലിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു തവണ കോൺടാക്റ്റ് ചെയ്ത് അവരങ്ങനെ മറന്നു കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആളുകൾ വരുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷനിലാണ് പ്രശ്നം. മറ്റേ സ്ഥലത്ത് പ്രശ്നം പുതിയൊരു ബിസിനസ്സാണ്, ആളുകൾ വന്നു തന്നെയല്ല. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിങ്ങിലാണ് വിഷയം. ഇത് ഇങ്ങനെയൊക്കെയാണ് സംഗതി എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. എന്നാലാണ് അതിൻ്റെ മേളിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വിശദീകരിച്ചത്. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിനെ നിങ്ങൾ വില കുറച്ച് കാണാതിരിക്കുക. ഈ സംഗതികളാണ് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്നതും നിങ്ങളുടെ ആ ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.